ബദരീങ്ങളെ വിളിച്ചു ദ്വാരുന്നാൽ മുശ്രിക്കാവുന്ന അവർ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ ബഹുമാനം നിറഞ്ഞ പൈവളികയുള്ള നിവാസികളെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ഈ അടുത്തിടെ പൈവളികയിൽ അവിടുത്തെ സലഫി പള്ളിയിൽ വെച്ച് നടന്ന ഖുതുബയിൽ, രണ്ടാം ഖുതുബയിൽ ഈ ഉള്ളവൻ ഉറൂസിനെതിരായി 2-3 ഹദീസ് ഉദ്ധരിച്ചിരുന്നു. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ശാപവും കോപവും കിട്ടുന്ന പണിയാണ് അതെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ അദ്ദേഹം ഒരു മറുപടി എന്ന രൂപത്തിൽ ഉറൂസിൻ്റെ വേദിയിൽ വെച്ച് ചില മറപിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ നാട്ടിലുള്ള ഒരു ഖത്തീബ്, ആ നാട്ടിലുള്ള ഒരു മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലമൊന്നും എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയം നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഈ ഖബർ സിയാറത്തും ഉറൂസ് പരിപാടിയും അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നതും ഇത് കാണുമ്പോൾ നമ്മുടേതായ ചില യുവാക്കളെങ്കിലും സംശയിക്കാറുണ്ട്, ഇതൊക്കെ വ്യക്തി പൂജയല്ലേ, ഇത് ഖബർ പൂജയല്ലേ, ഇത് നസാറാക്കളും യഹൂദികളും ചെയ്തതല്ലേ? അതിന് ചില ആൾക്കാർ ഹദീസും നമുക്ക് കേൾക്കാറുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിക്കട്ടെ. എന്താ അവർ ചെയ്ത പ്രവണത? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഇത് ഹദീസുകൾ നമ്മൾ ആരും കാണാത്തതല്ല, നമ്മുടെ ഉസ്താദന്മാർ അറിയാത്തതല്ല, അയ്യക്ക് ഉസ്താദന്മാർക്കും അറിയാതെയല്ല ഇവിടെ ഉറൂസ് നടത്തിയത്. ഇത്തഖദു ഖുബൂർ ഇവിടെ നിന്നുള്ളതായ അമ്പിയാക്കന്മാർക്കുള്ളതായ ഖബറുകളെ അവർ പള്ളികളാക്കി അവർ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞതായ ഹദീസ് നാം ഇന്ന് ചെയ്യുന്ന സിയാറത്തിനും ഉറൂസിനും ചില ആൾക്കാർക്കെങ്കിലും ഫിറ്റാക്കാനുള്ളതായ ഒരു പൂതിയുണ്ട്. പക്ഷെ നടക്കൂല. നമ്മൾ അങ്ങനല്ലല്ലോ ചെയ്യുന്നത്. സാദാത്ത് മക്കാമിലല്ലല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. പയ്യക്ക് ഉസ്താദിന്റെ ഖബറിന്റെ മേലല്ലല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ പാടില്ല. കേട്ടല്ലോ, ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ജൂത നസാറാക്കളുടെ പണിയല്ല. കാരണം ഞങ്ങൾ സിയാറത്താണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സിയാറത്ത് ഈ നാട്ടിലുള്ള നിഷ്പക്ഷരായ ആളുകൾ ശ്രദ്ധിച്ചിതൊന്ന് കേൾക്കണം. ഇത് നമ്മുടെ പരലോക വിഷയമാണ്. ഇത് നമ്മുടെ പരലോക വിഷയമാണ്, ദുനിയാവിലെ വിഷയമല്ല. പാരത്രിക ലോകത്ത് എത്തിയതിനു ശേഷം ഈ വിഷയം പഠിക്കാൻ നമുക്ക് അവസരവുമില്ല. ഇത് സുന്നി മുജാഹിദ് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു വാശിയോടെ കേട്ടാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാകില്ല. കാരണം മുസ്ലിയാക്കന്മാർ എന്നുള്ളത് അവരുടെ ജീവിത വരുമാനമാണ്. ഈ ഖബർ, അതുപോലെ മൗലൂദ്, ഉറൂസ്, റാത്തീബ് എന്നൊക്കെ ഉള്ളത് അതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. സാധാരണക്കാർ നിങ്ങൾ അധ്വാനിക്കുന്നവരാണല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ പരലോക വിഷയമായതുകൊണ്ട് തന്നെ പ്രാമാണികമായി തന്നെ ഇത് പഠിക്കുക. നോക്കൂ, ഇദ്ദേഹം പറയുന്നത് ഖബർ സിയാറത്ത് നമ്മൾ ആരെങ്കിലും എതിർത്തോ? ഖബർ സിയാറത്ത് എന്നുള്ളത് അള്ളാഹിന്റെ റസൂൽ സുന്നത്താക്കിയ കാര്യമാണ്. ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരലോക ചിന്ത വരാൻ വേണ്ടി, അല്ലെ? അതുപോലെ മരണത്തെ ഓർക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ ഫസൂറുഹ, നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ എന്താണ് സഹോദരങ്ങൾ നടക്കുന്നത്? ഖബറാളികളെ വിളിച്ച് തേടുന്നു, അല്ലെ? അവിടെ ഖബർ അലങ്കരിക്കുന്നു, ഖബറിനെ തൊട്ടുമുത്തുന്നു, ഇസ്തിഗാസ നടത്തുന്നു, തവസ്സുൽ ചെയ്യുന്നു, അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്ത് പിന്നെ ഖബറാളികൾക്ക് കൊടുക്കുന്നു, ഖബറാളികളെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ കാണാം. നോക്കൂ, മടവൂരിലെ ദർഗയാണ് ഇത് കാണുന്നത്. AP-യും EK-യും രണ്ടുപേരും കൊണ്ടു നടക്കുന്ന ജാറമാണ്. ഇവിടെ നോക്കൂ, സുജൂദാണ് കാണുന്നത്. മറ്റു കേരളത്തിലുള്ള ജാറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഖബറിന്റെ അരികിൽ സുജൂദ് ചെയ്യുന്നു. ഇനി ഇത് മാത്രമാണോ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ത്വരീഖത്തിന്റെ കള്ള ശൈഖന്മാരല്ല, നോർത്ത് ഇന്ത്യൻസ് അല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഈ സമസ്തയിലുള്ള നേതാക്കൾ ഖബറാളികളെ വിളിച്ച് തേടാൻ ഇവർ പ്രേരിപ്പിക്കുന്നു. അതിനുവേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നു. നോക്കൂ, ഖബറാളികളെ വിളിച്ച് തേടുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്. പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മജ്ലിസ് ഖബൂലാക്കണേ പാപ്പ, ഞങ്ങളെ മുഅ്മിനീങ്ങളെ കൂട്ടി പെടുത്തണേ പാപ്പ, ആക്കിബത്ത് നന്നാക്കി തരണേ പാപ്പ, ആക്കിബത്ത് നന്നാക്കണേ പാപ്പ. ഉപ്പാപ്പ ഇത് സമസ്തയുടെ വേദിയാണ്. അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. ഇനി അതുമാത്രമാണോ? ഇത് EK വിഭാഗത്തിന്റെ ആള്. ഇനി AP വിഭാഗത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവ് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കൂ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, ഖബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ. കേട്ടല്ലോ, മമ്പുറത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഞങ്ങൾ ഖബർ സിയാറത്താണ് ചെയ്യുന്നത്. ഇതാണ് ഖബർ സിയാറത്ത്. ഖബറിന്റെ അരികിൽ പോയും അല്ലാതെയും നിങ്ങൾ ചെയ്യുന്ന ഇതല്ലേ? ആ ഖബറാളികളെ മമ്പുറം തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതായത് മദനീയം എന്ന ആത്മീയ ചൂഷണം, കോടികൾ സമ്പാദിച്ച ആ ഒരു ബിസിനസിന്റെ മുതലാളിയാണ് ഇദ്ദേഹം. AP വിഭാഗത്തിന്റെ വലങ്കയ്യാണ്. ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നു, ഞങ്ങൾ ഉറൂസ് നടത്തുന്നത് സുന്നത്താണ്. ഇതിനല്ലേ നിങ്ങൾ പറയുന്നത്? ഇത് അള്ളാഹിന്റെ റസൂലിന്റെ ശാപവും കോപവും കിട്ടുന്ന പണിയാണ്. നോക്കൂ, ഇനി ഇത് മാത്രമാണോ? ഇവരുടെ ഏറ്റവും വലിയ ഇന്നത്തെ നേതാവ് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ആദർശം അമാനത്താണ് എന്ന് സമസ്തയിൽ വലിയൊരു സമ്മേളനം നടന്നു.
അതിൽ ഇവരുടെ ഏറ്റവും ഉഷാവർ അംഗത്തിൽപ്പെട്ട ഒരാളാണ് ഉമർ ഫൈസി. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. KM മൗലവിയും അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളും കൂടിയിട്ടാണ് എന്താക്കിയത്, ഇവിടെ അത് കൊണ്ടുവന്നത്. ഒരു മനുഷ്യനെ നന്നാക്കാൻ എന്താ അവരുണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതൊരു ഒരു കാര്യം പറയും, എന്താ അവരുണ്ടാക്കിയത്? മജ്ലിസ് എന്നൂർ ബദരീങ്ങളെ വിളിച്ചു ദ്വാരന്നാൽ മുശരിക്കാവുന്ന അവർ പറയുന്നത്. മജ്ലിസ് എന്നൂർ ബദരീങ്ങളെ വിളിച്ചു ദ്വാരന്നാൽ മുശരിക്കാവുന്ന അവർ പറയുന്നത്. അതുപോലെ ബദരീങ്ങളെ ബദർപാട്ട് ബദർമാല അതൊക്കെ നമുക്കുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ മുശ്രിക്കാണെന്ന് ഇവിടുത്തെ വഹാബികൾ പറയുന്നു. എന്താ പറഞ്ഞത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ. അപ്പൊ ഇവരുടെ വാദപ്രകാരം ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുശ്രിക്ക് എന്നതല്ലാതെ പിന്നെ മുസ്ലിം എന്ന് പറയണോ? അള്ളാന്റെ റസൂൽ, ഇത് ആരുടെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത്? നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ആദർശം അമാനത്താണ്. ഇത് ആരുടെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത്? അള്ളാന്റെ റസൂലിന്റെ അല്ല, അള്ളാഹ് പഠിപ്പിച്ച ആദർശമല്ല ഇത്. ഇത് അബൂജഹലിന്റെ ആദർശമാണ് നിങ്ങൾ എന്ത് അമാനത്തായി സ്വീകരിച്ചത്. അള്ളാന്റെ റസൂലിന്റെ ആദർശം എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇവിടെ നോക്കൂ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് EK വിഭാഗം. ഇനി AP വിഭാഗത്തിന്റെ നേതാവ് നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. കണ്ടല്ലോ, ഹക്കീം അസരി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനാണ്. നോളജ് സിറ്റിയുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഖബറിന്റെ അരികിൽ പോയും അല്ലാതെയും ഉറൂസിന്റെ സന്നിധിയിൽ പോയും ഒക്കെ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കൊടിയ ശിർക്ക്. ഇതാണോ ഖബർ സിയാറത്ത്? ഇത് അള്ളാന്റെ ശാപവും കോപവും കിട്ടുന്ന പണിയാണ്. ഇതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത് ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹി മസാജിദ. ഈ ഹദീസ് പറയാൻ ഒരു കാരണമുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. അന്ന ഉമ്മ ഹബീബത റളിയല്ലാഹു അൻഹ വ ഉമ്മ സലമത റളിയല്ലാഹു അൻഹ സക്കറത കനീസതൻ റഅയ്നഹ ബിൽ ഹബശ. ഈ രണ്ട് സഹാബ വനിതകൾ അബശയിൽ വെച്ച് ഒരു കനീസയെ കാണുന്നു, അതായത് ക്രൈസ്തവ ദേവാലയത്തെ കാണുന്നു. എന്നിട്ട് ഫിഹ തസാവിറു, അതിലെന്തുണ്ട്? ചിത്രപ്പണികളുണ്ട്. ഫദക്കറത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് പറഞ്ഞപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഉലായിക, അക്കൂട്ടർ, നിശ്ചയമായും അക്കൂട്ടർ ആരാണവർ? ജൂതനസാറാക്കൾ. ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹുൻ ഫമാത, അവരിൽപ്പെട്ട ആരെങ്കിലും സ്വാലിഹായ മനുഷ്യന്മാർ മരണപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അവരുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കും, സുജൂദിന്റെ കേന്ദ്രമാക്കും, പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കും. ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോ. മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാർ, AP വിഭാഗം, EK വിഭാഗം, അല്ലാത്തവരുമൊക്കെ ഒരുപാട് ത്വരീഖത്തിന്റെ ആളുകളൊക്കെ ധാരാളമുണ്ട് ഇന്ന് കേരളത്തിൽ. ലോകം നിയന്ത്രിക്കുന്നത് പോലും മടവൂർ ഷെയ്ഖാണെന്ന് പറഞ്ഞു. സമസ്തയുടെ വാദപ്രകാരം ഒരിക്കലും അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം കൊടുത്ത കഴിവ് കൊണ്ട് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഥ അവസാനിച്ചു. അതുകൊണ്ടാണ് നൗഷാദ് ഹസനിയാണ് ഇന്ന് ശരിക്കുള്ള സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ചത്. ഒറിജിനൽ സമസ്തക്കാരൻ നൗഷാദ് ഹസനിയാണ്. മൂപ്പരാണ്. ഇവരൊക്കെ ഇങ്ങനെ ചാഞ്ഞാടുന്നുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതാകെ ബേജാറിലാണ് അദ്ദേഹം. ആ ഒരു ജഹാലത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. നോക്കൂ, ഇവിടെ അവർ ചെയ്ത പണി എന്താണ്? ജൂതനസാറാക്കൾ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി, പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി. അത് തന്നെയാണ് ഇന്ന് സമസ്തയിലുള്ള ആളുകളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. അത് തെളിവ് സഹിതമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. വസവ്വറു ഫീഹി തിൽക സൂറ, അതിലൊരുപാട് പിന്നെ ചിത്രപ്പണികളുണ്ട്. ഫഉലൈക ശിറാറുൽ ഖൽഖ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവരാണ് ഏറ്റവും വലിയ നീചന്മാർ, വൃത്തികെട്ട ആളുകൾ. ഇൻദല്ലാഹി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും നീചന്മാർ അവരാണ്. ഖബറിനെ ആരാധന കേന്ദ്രമാക്കുക. ഇത് തന്നെയല്ല ഇന്ന് ജാറത്തിൽ നടക്കുന്നത്. എന്നാൽ ആ പണി നമ്മൾ ചെയ്താൽ നമ്മളും അവരിൽ പെടില്ല സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ എന്താണ് പറഞ്ഞത് മറ്റൊരു ഹദീസിൽ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരം അതിൽ സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. എത്ര വ്യക്തമാണ്! ഇതല്ലേ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്? അതല്ലാതെ ശരിയായ സിയാറത്ത് നടക്കുന്നുണ്ടോ? ആ ജാറങ്ങളിൽ പോയി അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ല എന്ന രൂപത്തിൽ ഖബറാളികൾക്ക് വേണ്ടി, ആ ജാറത്തിൽ കടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അവരോട് പോയി ചോദിക്കൽ, എനിക്ക് മക്കളെ തരണേ, അതല്ലെങ്കിൽ അവരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുകയാണ്. ഈ രൂപത്തിൽ അവരെ മുൻനിർത്താനും, അതല്ല അവർ നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, അവർ നമ്മുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നു എന്ന രൂപത്തിൽ, എന്ന ഉദ്ദേശത്തോടെയാണ് ഖബറിനെ സന്ദർശിക്കുന്നത്. ഇത് പച്ചയായ ശിർക്കാണ്. ഇത്തരത്തിലുള്ള പണി ചെയ്തവർക്ക് അള്ളാഹുവിന്റെ ശാപവും കോപവും കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അദ്ദേഹം അടുത്തത് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ നിന്നുള്ളതായി വലിയ വലിയ മഖബറകളെ, നമ്മുടേതായ നാട്ടിൽ തന്നെ ചില മഖബറകളെ തച്ചുപടച്ചു, അവിടെ മദ്രസകളും പള്ളികളുമാക്കി. ഇതാണ് യഹൂദികളുടെ പരിപാടി. ഇത് സുന്നികളുടെ പരിപാടിയല്ല. മഖബറകളെ തച്ചുപടക്കാം, അവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം, അവിടെ പള്ളികളും മദ്രസകളും ഉണ്ടാക്കാം. ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ.
അമ്പിയാക്കൾക്കുള്ള ഖബറുകളെ അവർ പള്ളികളാക്കി, അവർ അള്ളാഹു അങ്ങനത്തെ യഹൂദി നസാറാക്കൾ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ശാപം പയ്യക്കാരായ ഉറൂസിനെ കൊണ്ടു നടക്കുന്ന, ഉറൂസിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒരു നിലക്കും ബാധകമല്ല. ആ ലാനത്ത് നമുക്കല്ല ഉള്ളത്, അങ്ങനെ ചെയ്തവർക്കാണുള്ളത്, നമ്മൾ അതിന്റെ ആൾക്കാരല്ല. അതുകൊണ്ട് ഇനി നോക്കൂ, ഇദ്ദേഹം പറയുന്നത് നോക്കൂ, കെട്ടി ഉയർത്തിയ ഖബറിനെ ഇവിടുത്തെ പൈവളികയിലുള്ള അദ്ദേഹം ഉദ്ദേശിച്ചത് സലഫികളെയാണ്. അവർ പൊളിച്ചു നിരപ്പാക്കിയിട്ടുണ്ട്. അവർക്കാണ് ശാപം കോപം കിട്ടുക, ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടന്നിട്ടുണ്ടല്ലോ പൈവളികയിൽ വെച്ച്. അത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെയാണ് അവർ നടപ്പിലാക്കിയത്. കാരണം നോക്കൂ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയാണ്, പിന്നെ ഖാല അലി റളിയല്ലാഹു അൻഹു അബി ഹയ്യാജുൽ അസദി, അതായത് അലി റളിയല്ലാഹു അൻഹു ഹയ്യാജുൽ അസദി എന്ന താബി പണ്ഡിതനെ ഈ വസിയത്ത് കൈമാറുകയാണ്. എന്താണ്? അലാ അബഅസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിയോഗിച്ച കാര്യം ഞാൻ താങ്കളിൽ നിയോഗിക്കുകയാണ്. എന്താണ് പ്രവാചകർ നിയോഗിച്ചത്? അല്ലാ തദഉ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുസ്രിഫൻ ഇല്ലാ സവൈതഹു, കെട്ടി ഉയർത്തിയ ഒരു ഖബറിനെയും അതുപോലെ ഒരു ബിംബത്തെയും പൊളിച്ച് നിരപ്പാക്കാതെ നീ വിടരുത് അലി. അലി റളിയല്ലാഹു അൻഹുവിനോട്, സ്വന്തം മരുമകനോട് അള്ളാന്റെ റസൂൽ പറയാണ്, കെട്ടി ഉയർത്തിയ ഖബറിനെ പൊളിച്ച് നിരപ്പാക്കണം. ഇതൊരു ഇബാദത്തായിട്ടാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇത് ചെയ്യുന്നത് ഇബാദത്താണ് അല്ലേ? അതിന് നമുക്ക് അവകാശമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പൊളിച്ചു നിരപ്പാക്കണം. അതല്ല എങ്കിൽ ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവർക്ക് പൊളിച്ചു നിരപ്പാക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ഒരുപാട് കെട്ടി ഉയർത്തിയ ഖബറിനെ അവിടുത്തെ ഭരണാധികാരികൾ പൊളിച്ചു നിരപ്പാക്കിയത്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. ഷിയാക്കളും അതുപോലെ തന്നെ ഫാത്തിമിയാക്കളും അവരിൽപ്പെട്ട ഏറ്റവും പിന്നെ ഉഗ്രവാദികളാണ് വൈദിയാക്കളും ഫാത്തിമിയാക്കളും. ഇവർക്കൊക്കെ ഇവർ ചെയ്യുന്ന പണിയാണ് ഖബർ കെട്ടി ഉയർത്തി അവിടെ പിന്നെ സുജൂദ് ചെയ്യുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ കാണുന്നില്ല, ഇറാനിലും അതുപോലെ പിന്നെ ബഹ്റൈനിലൊക്കെ പോയാൽ അവിടെ ഷിയാക്കൾ ധാരാളമുണ്ട്. അവർ ചെയ്യുന്ന പണിയാണ്. ഈ പണി ചെയ്ത അവരാണ് ഈ ഖബർ കെട്ടി ഉയർത്തത്. അതിനെ പൊളിച്ചു നിരപ്പാക്കാൻ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊളിച്ചു നിരപ്പാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പൈവളികയിലും നടന്നത്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെയാണ് നടപ്പിലാക്കിയത്. ഖുർആനും സുന്നത്തുമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ജീവിത മാർഗം. അതനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇദ്ദേഹം അടുത്തതായി കൊണ്ടുവരുന്നത് പിന്നെ ഉഹുദിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച്. എന്താണ്? ഉറൂസിന് തെളിവായിട്ട് ഇദ്ദേഹം കൊണ്ടുവരാണ്. എന്താണ് സംഭവം? അത് നമുക്കൊന്ന് നോക്കാം. كان رسول الله صلى الله عليه وسلم يزور قبور الشهداء بأحد على رأس كل حول. എല്ലാ കൊല്ലത്തിന് തലക്കൊന്നും ഉഹദിലെ ശുഹദാക്കളെ, രക്തസാക്ഷികളെ സിയാറത്ത് ചെയ്യുന്ന പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഒരു കൊല്ലത്തിൽ പ്രത്യേകമായി ഒരു സ്പെഷ്യൽ ദിനം വെച്ചുകൊണ്ട്, ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരാണല്ലോ, അതും ഉഹദിൽ മറപ്പെട്ട് കിടക്കുന്നതായ, ഉഹദിങ്ങൾ മാത്രമല്ല ഉഹദിൽ മറമാടപ്പെട്ടതായ രക്തസാക്ഷികളെ സിയാർ ചെയ്യുന്നതായ ഒരു പരിപാടി ഹബീബായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അൻ ഉഖ്മത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖുതില ഉഹദിൻ ബഅദ 8 സിനീന കൽ മുഅദ്ദി ലിൽ അഹ്യാഇ വൽ അംവാത്. 8 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് സന്ദർശിക്കുകയും അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമ ഫസല്ല അലാ അഹ്ലിൽ ഉഹദി സ്വലാത്തഹു അലൽ മയ്യിത്തി. അവിടെ ഉഹദിൽ ഷഹീദായ ആളുകൾക്ക് വേണ്ടി 8 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകർ നമസ്കരിച്ചതായി ഈ റിപ്പോർട്ടിൽ കാണാം. നബി തങ്ങൾക്ക് ചിലപ്പോൾ ഖാസായിരിക്കാം അത്. എന്തുമായാലും അവിടെ ഖബർ സിയാറത്തിലൂടെ എന്താണ് അള്ളാന്റെ റസൂൽ ചെയ്തത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് ഉറൂസിനുള്ള തെളിവ്. എങ്കിൽ ആ സമയത്ത് അവിടെ ബദരീങ്ങളില്ലേ? ബദരീങ്ങളുടെ ഉറൂസും കഴിക്കണ്ടേ? നിങ്ങളുടെ വാദപ്രകാരം ഇത് ഉറൂസിന് തെളിവാണെങ്കിൽ ബദരീങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയി പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഖബറാളികളെ വിളിച്ചു തേടണ്ടേ? ഇത് ഖബർ സന്ദർശിച്ചു, ഖബറാളികൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്തു, അല്ലെ? അവർക്ക് വേണ്ടി നമസ്കരിച്ചു. അത് പ്രവാചകർക്ക് ഖാസാണ്. ഇതിനെയാണോ ഉറൂസ് കഴിക്കാൻ തെളിവായി കൊണ്ടുവന്നത്? എത്ര വലിയ വിരോധാഭാസം! ഇനി അതുമാത്രമല്ല, ഏറ്റവും വലിയ പിന്നെ ഇവരുടെ ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ നോക്കൂ, 6000 ചില്ലാനം ആയത്തുകളുണ്ട് ഖുറാനിൽ, ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ഇവരുടെ സമസ്തയുടെ ഒരു അഖീദ തെളിയിക്കാൻ വേണ്ടി ഒരു റജുലിന്റെ സംഭവം ഇദ്ദേഹം പറയാണ്. അതൊരു ഹദീസുമല്ല, അതിലുപരി പിന്നെ ഖുർആനിൽ എന്തായാലും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിൽ ജാഅ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഒരു സ്വഹാബി വരുന്നു. സ്വഹാബി വര്യനാണ്. ആ സ്വഹാബി വര്യൻ വന്നിട്ട് പറയുന്നു, അസാബന്നാസ ഖഹതും ഫീ സമനി ഉമർ. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. തിന്നാനും കുടിക്കാനും ഉണ്ണാനും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നതായ ആ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു സ്വഹാബി വര്യൻ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഖബറിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു താബിഈയായ ഒരു മഹാനുഭാവൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ വന്നും കൊണ്ട്, ഞങ്ങളിപ്പോൾ സാധാ നിങ്ങളോട് പോയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, അജ്മീരിന്റെ കാര്യം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ നേരെയാക്കി തരണം എന്ന് ഞങ്ങൾ തങ്ങന്മാരോട് പറയുന്നില്ലേ, ഔലിയാക്കന്മാരോട് പറയുന്നില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിൽ അവിടുന്ന് ഖബറിന്റെ അടുത്ത് വന്നും കൊണ്ട് പറഞ്ഞു, ഇസ്തസ്ഖിൽ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഉമ്മത്തിങ്ങൾക്ക് മഴയില്ല, വെള്ളമില്ല, ക്ഷാമമാണ്, ക്ഷേമം വേണം നബിയെ. ഖബറിന്റെ അടുത്ത് പോയി പച്ചയായ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടേതായ എതിരാളികൾ അംഗീകരിക്കുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായത്തു വൻ നിഹായ എന്ന
കിതാബിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ ഒട്ടനവധി കോട്ടക്കണക്കിന് കിതാബുകളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇസ്നാദുഹു ജയ്യിദുൻ, നല്ല ഹദീസാണ്. ഇങ്ങനെ എത്രയോ തെളിവുകൾ നമ്മുടെ ഉറൂസിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും പറയാനുണ്ട്. ഞാൻ എന്താണ് അവിടെ നടന്നു നോക്കൂ. ഫസ്ഹാബൻ നാസ കഹത ഫീ സമനി ഉമർ ഫജാഅ റജുലുൻ ഇലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഖലഖു. ഈ ഒരു സംഭവത്തെ, അതായത് അൽ ബിദായ വന്നിഹായയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കൊണ്ടുവരുന്നുണ്ട്. ഈ ജാഅ റജുൽ, ഈ റജുൽ ആരാണ്? ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കാതെ ഇവരുടെ തന്നെ സമസ്തയിലുള്ള ഒരു മുസ്ലിയാർ ഒരു സ്റ്റേജിലേക്ക് കിതാബുമായി വരുന്നുണ്ട് ഈ സംഭവം ധരിക്കാൻ വേണ്ടി. കയ്യോടെ പിടികൂടി ആ ഒരു ജാഅ റജുലിനെ അവിടെ കുഴിച്ചു മൂടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നിഷ്പക്ഷരായി ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അൽ ബിദായത്തു വന്നിഹായ, മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയാണ്. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സാബൻ നാസ ഖഹ്തും ഫീ സമനി ഉമർ ഫജാഅ റജുലുൻ ഇലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഖലഖു. അൽ ബിദായത്തു വന്നിഹായ കിതാബുണ്ട്, വേണമെങ്കിൽ കൊണ്ടുതരും. അതിനകത്തുള്ളത് ഫജാഅ റജുലുൻ, ആ റജുലാണ് ഇബ്നു കസീർ പറയുന്നു ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി. ഇല്ല, പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വകയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതതിലില്ല. ആദ്യം വായിച്ചുകൊണ്ട് രണ്ടാമത് പറഞ്ഞില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? അത് ശരി. അവസാനം വന്ന് ആ നോണ പിന്നെയും പറയാം. അങ്ങനെ ഇല്ല. അതിന് അത് വായിക്കും. നിങ്ങൾ അത് കിതാബ് കൊണ്ടുവന്നില്ല, അത് വായിക്കും. മൊബൈലല്ല, കിതാബ് എന്ന് വായിക്കും. കിതാബ് കൊണ്ടുവന്നില്ല. എന്തിനാ? ഈ കിതാബിന്റെ ഉദാഹരണമാണ് മൊബൈലിലുള്ളത്. ആ കിതാബ് എന്ന് വായിച്ചോളി. എടുക്ക്, വായിക്കും. നിങ്ങൾക്ക് വായിക്കാൻ വയ്യ. നേരത്തെ വായിച്ചു. إلى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسق الله لأمتك فإنهم قد هلكوا. സഹാബിയുടെ നിങ്ങൾ പറഞ്ഞ ബിലാൽ ബിൻ ഹാരിസ് സഹാബി പറഞ്ഞിട്ട് അങ്ങനെ فأتاه رسول الله صلى الله عليه وسلم في المنام فقال إيتي عمر فاقرأوا مني السلام. അദ്ദേഹത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും പറയാൻ റസൂലുള്ളാഹി സ്വപ്നത്തിൽ എന്താണ് പറയാൻ. فأخبره أنه مسكون فقل عليك بالكيس الكيس فأتى الرجل فأخبره فقال يا ربي ما قالوا إلا ما إلا جس هذا إسناد صحيح. അവരുടെ ഇത് സഹീഹ, അതായത് റസൂലുള്ളാഹി ഇത് ഇബ്നു കസീർ, അതായത് മുജാഹിദ് ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. ആ സമയത്ത് അതിശക്തമായ വരൾച്ച എവിടെ ഉണ്ടായി? മദീന ഉണ്ടായി. ആ സമയത്ത് ഫജാ റജുലുൻ, ഒരു പുരുഷൻ റസൂലുള്ളാഹിന്റെ കബറിനടുത്ത് വന്നു. ഇത് റജുൽ ആരാണ്? ഇത് ഹാരിസ് ഇബ്നുൽ മുസ്നി. അവിടെ ഞാൻ പറഞ്ഞത് ഇബ്നു കസീറിന്റെ ഇത് പറയട്ടെ. അതായത് ഇബ്നു കസീറിന്റെ പുതിയതും പഴയതുമായ കിതാബുണ്ടല്ലോ. അങ്ങനല്ല ഞാൻ അൽബിദായത്ത് വന്നിഹായ അദ്ദേഹത്തിനുള്ള കിതാബാണ്, നമ്മളുള്ളതല്ല. ഇത് ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായ 7-ാം വളർച്ച വിഷയം. ഇത്ര വർഷം 18-ാമത്തെ കുറച്ച് വിഷയങ്ങൾ പറയാണ്. അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. സഹാബിയാണ് എന്നില്ല.
ബിലാൽ ഇബ്നു ഹാരിസ് ആണ് എന്നില്ല. സ്വഹിയാണ്. ഇപ്പൊ നിങ്ങളോട് വന്നു സ്വഹിയല്ലേ? നിങ്ങളോട് വന്നു സ്വഹിയല്ലേ? എന്നപ്പോൾ സ്വഹി ഒരാൾ വന്നു, അയാൾ വന്നു എന്ന് സ്വഹിയാണ്. പക്ഷെ വന്ന് ചെയ്ത കാര്യമോ സ്വഹിയാണോ വേറെ വിഷയം. അത് വെച്ചാൽ സ്വഹാബിയല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സ്വഹാബി വന്ന് നബിയെ മഴയ്ക്ക് വിടുത്താടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കിതാബിലില്ല. ഇനി പഴയതുമില്ല പുതിയതുമില്ല ഉണ്ടാക്കിയതുമില്ല. ഈ കിതാബ് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്ന എവിടുന്ന നമ്മുടെ പുത്തമ്പള്ളി പറയട്ടെ. ഇതിന്റെ അൽബിദായക്ക് വന്നിഹായന്റെ പുതിയ പ്രിന്റ് ഉണ്ട്. ഇത് പഴയ പ്രിന്റാണ്. അതിന് ഇബ്നു കസീറിന്റെ 2 കിതാബും പുതിയതും പഴയതും രണ്ടും കൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കണ്ടല്ലോ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് പിന്നെ മൊബൈൽ നോക്കിയാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്രന്ഥം കാണിച്ചു തന്നു. അൽബിദായ വന്നിഹായിലാണ് അതുള്ളത്. അത് 8ാം വാള്യത്തിലാണെന്നും കൂടി അദ്ദേഹത്തിന് അറിയില്ല. അതും കാണിച്ചു കൊടുത്തു. ആ പേജ് മറിച്ചു കൊടുത്തു. അദ്ദേഹം വായിക്കുന്നുണ്ട്. അതിൽ ആ ജാ റജുലുൻ എന്നുള്ളത് ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സഹാബി എന്ന് എവിടെയെന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് മറുപടി ഇല്ല. അദ്ദേഹം എങ്ങനെയാണെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പിന്നെ ഇത് ഞാൻ പുത്തൻപള്ളിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവിടെ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ഇത് പഴയ പ്രിന്റാണ്, പുതിയ പ്രിന്റിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കടത്തിക്കൂട്ടലല്ലേ? പഴയ പ്രിന്റിലല്ലേ ഉണ്ടാവേണ്ടത്? അങ്ങനെയൊക്കെ ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. കയ്യോടെ പിടികൂടി. നോക്കൂ സഹോദരങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ബാധിച്ചിട്ടില്ലേ? നബി തങ്ങളുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. നബി തങ്ങൾ മഴ വന്നു. നബിന്റെ കാലശേഷം ഇത്തരത്തിലുള്ള വരൾച്ച ക്ഷാമം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ആരുടെ സഹാബത്ത് പോയത്? നബിന്റെ ഖബറിന്റെ അരികിൽ പോയോ? ഇല്ല. അബ്ബാസ് റളിയല്ലാഹുവിന്റെ അരികിലാണ് പോയത്. നബിന്റെ ഖബറിന്റെ അരികിൽ പോകാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഹാബത്ത് പോകാത്തത്. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, ഒരു റജുൽ. അത് ആരാണ്? അറാബിയാണോ? ബദുക്കളാണോ? അറബികൾക്ക് സാധാരണ പല സ്വഭാവമുണ്ട്. അവർ ചെയ്ത ദീന് തെളിവാവോ? സ്വഹാബിയാണെങ്കിൽ ഇസ്ലാമിൽ തെളിവാകും. ഇത് സ്വഹാബിയല്ല. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ബിലാൽ ഇബ്നു ഹാരിസ് എന്നാണ്. അവിടെ ഈ സംഭവം ഉദ്ധരിക്കുന്ന സ്ഥലത്ത് അതില്ല. അത് കയ്യോടെ പിടികൂടിയ രംഗമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇനി അതിന് അടുത്തത് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു തെളിവ് നിങ്ങൾ കേട്ടു നോക്കൂ. പിന്നെ അവരുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കുന്നു, മഹാന്മാരെ നാം ചോദിക്കുന്നു. ഈ ചോദിക്കൽ തെറ്റാണെങ്കിൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാവരും തെറ്റ് ചെയ്തവരായിരിക്കണം. ഒറ്റ ഒരു സംഭവം ഞാൻ പറയാം. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിൽ ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഖൈസം റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞ വലിയ ഒരു ഹദീസാണ്. ഞാൻ ചുരുക്കി പറയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഹബീബായ തിരുദൂതർ തങ്ങളോട് സ്വർഗ്ഗത്തിൽ വസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. അത് തങ്ങളോട് ഞാൻ ചോദിക്കുന്നു. അഭൗതികമായിട്ടുള്ള സഹായം. ചായ വേണമെന്ന് ചോദിച്ചതല്ല, ചോറ് വേണമെന്ന് ചോദിച്ചതല്ല, സ്വർഗം ചോദിച്ചതല്ല. സ്വർഗത്തിലെ മാസ്റ്റർ പീസ്, ഏറ്റവും വലിയതായ സ്ഥാനമാകുന്ന നബി തങ്ങളുടേതായ സഹവാസമാണ് ഒരു സഹാബി ചോദിച്ചത്. നബി പറഞ്ഞോ, റബീഅത്തെ ശിർക്ക് പറ്റൂല, ചോദിക്കണ്ട എന്ന് സഹാബി വര്യനോട് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അടുത്ത അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നത് സ്വർഗം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് പിന്നെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി എന്നൊരു സ്വഹാബത്ത് നബിയോട് സ്വർഗം ചോദിച്ചു. അഭൗതികമായ ചോദ്യമല്ലേ ചോദിച്ചത്? ഒരിക്കലുമല്ല. അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ ഒരു മാർഗം സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ ഒരാളോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അത്രേ ഉള്ളൂ ഇതിലൂടെ. നോക്കൂ, ഇവിടെ എന്താണ് ഹദീസിലുള്ളത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി അങ്ങയുടെ കൂടെ എനിക്കൊരു സഹവാസം കിട്ടണം. ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണമുണ്ട്. നബി തങ്ങളുടെ സേവകനായിരുന്നു ഈ ഒരു സ്വഹാബി. നബി തങ്ങൾക്ക് എല്ലാ രൂപത്തിൽ പരിചരിക്കുന്ന, നബി തങ്ങളെ സഹായിക്കുന്ന, നബി തങ്ങൾക്ക് ഉദു കൊടുക്കാൻ വെള്ളം റെഡിയാക്കി കൊടുക്കുന്ന, ചൂടുവെള്ളം പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന, എല്ലാ നിലക്കും നബി തങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഹാബിയാണ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സൽ യാ റബി, റബിയെ ചോദിച്ചു നീ. ഫഖുൽതു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ അങ്ങയുടെ കൂടെ എനിക്കൊരു സഹവാസം കിട്ടണം. ഇവിടെ ഫിൽ ജന്ന, സ്വർഗത്തിൽ. ഇന്ന് അള്ളാന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നബി അങ്ങയുടെ കൂടെ നമുക്ക് സ്വർഗം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്വർഗം കിട്ടണം നബി നിങ്ങളുടെ കൂടെ. അപ്പോൾ നബി തങ്ങൾ അവിടുന്ന് വഴി പറഞ്ഞു കൊടുത്തു. നോക്കൂ, ഫഖാല അവ ഗൈറദാക. ആദ്യം നബി തങ്ങൾ പറയുന്നുണ്ട്, അത് അത്ര എളുപ്പമല്ല സ്വർഗം കിട്ടുക എന്നുള്ളത്. അതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഖുൽതു ഹുവദാക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് മതി, അതാണ് എനിക്ക് വേണ്ടത്. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്. എങ്കിൽ നീ എനിക്ക് സുജൂദ് അധികരിപ്പിച്ച് സഹായിക്കണം. ഈ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നത് തന്നെ സുന്നത്ത് നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ബാബിലാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി നോക്കൂ, ഇവിടെ ഇതൊരു ദുആ ചെയ്യുന്ന രൂപത്തിൽ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ എന്ന രൂപത്തിലായിരുന്നു ഈ ചോദ്യം. ഇത് എന്റെ വകയാണോ ഞാൻ പറയുന്നത്? ഇതേ സംഭവം ഇമാം മുൻദിരി ഇത് കൊണ്ടുവരുന്നുണ്ട്. അൻ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി ഈ ഒരു സംഭവത്തെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നോക്കൂ, അൻ തദ്ഉ അലി അൻ യുദ്ഖിലനി അൽ ജന്ന. അവിടെ എന്താണ് പറയുന്നത്? അൻ തദ്ഉ അലി അൻ യുദ്ഖിലനി അൽ ജന്ന. അതായത് നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാൻ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം. നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനും നബിയെ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഫായിലുൻ, എങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ നിർവഹിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അല്പം ദീർഘമായ റിപ്പോർട്ടാണ്.
ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് നബി തങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു സംഭവത്തെ ഇദ്ദേഹം നബിയോട് സ്വർഗം ചോദിച്ചു. അതുകൊണ്ട് നമുക്ക് ഇനി പൈവളികയിൽ പോയി ആ ജാറങ്ങളിൽ പോയി അവിടെ കിടക്കുന്ന ആളുകളോട് ഇനി സ്വർഗം ചോദിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈദിനെ കൊണ്ടുവന്നത്. നമുക്ക് എത്ര വലിയ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൂടെ ഈ പാവപ്പെട്ട ആളുകളെ പച്ചയായി ശിർക്ക് ചെയ്യിപ്പിക്കുക. അള്ളാഹിന്റെ റസൂൽ നമുക്ക് എത്ര സ്ഥലത്താണ് പ്രഖ്യാപിക്കുന്നത്, ഖുർആനിൽ എത്ര സ്ഥലത്ത് കാണാം. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അതൊക്കെ മറന്നുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഖബറാളികളെ വിളിച്ച് തേടാൻ വേണ്ടി ഇദ്ദേഹം പരിശ്രമിക്കുന്നു. നോക്കൂ, സാധാരണക്കാരോടാണ് പറയാനുള്ളത്. ഇവർക്ക് എന്തായാലും അള്ളാഹുവിന് ഭയമില്ലല്ലോ, ഇവർ ഇതിലൂടെയാണ് ജീവിക്കുന്നത്. ഈ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കണമെങ്കിൽ ദീൻ വേണം. അതിനെ ദുർവ്യാഖ്യാനിച്ച് അബൂജഹൽ പോലും ചെയ്യാത്ത പണിയാണ്. അബൂജഹലും കൂട്ടരും ഖുർആനിന്റെ ആയത്തോതി ദുർവ്യാഖ്യാനിച്ച് ആളുകളെ ശിർക്കിലേക്ക് നയിച്ചിട്ടില്ല. അവരവരുടെ വാദവുമായി പോയി. എന്നാൽ ഇവർ നോക്കൂ, ഇസ്ലാമിന്റെ അകത്താളുകളിലേക്ക് ഇറങ്ങി ഖുർആനിന്റെ ആയത്തും ഹദീസും അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും അറാബിന്റെ കഥയും ഒക്കെ കൊണ്ടുവന്ന് ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് ഒരു സംഭവം പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ 34-ാമത്തെ ആയത്ത് നിങ്ങൾ മറിച്ചു നോക്കണം. എല്ലാവരും മറിച്ചു നോക്കണം, നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ പരലോക വിഷയമാണ്. അവിടെ അള്ളാഹു പറയുന്നത് സാധാരണക്കാരെ കുറിച്ചല്ല, പണ്ഡിത പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അള്ളാഹു നമ്മെ വിളിച്ച് പറയാണ്, ഓ വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ, സാധാരണക്കാരല്ല കേട്ടോ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ഉസ്താദുമാരിൽപ്പെട്ട ധാരാളം പേർ, യക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ഉറൂസിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ, അതിലെ സലാത്ത് മജ്ലിസിന്റെ പേരിൽ, അതുപോലെ തന്നെ മജ്ലിസ് നൂർ എന്ന പേരിൽ, ഇങ്ങനെയുള്ള നിങ്ങളുടെ നോക്കൂ അടുത്ത സ്റ്റോപ്പ് അല്ലെ ബായാറിൽ, നിങ്ങളെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ ബായാർ, അവിടെ നോക്കൂ സ്വലാത്തിന്റെ പേരിൽ കോടികൾ പിരിക്കുന്ന ഒരു തങ്ങളില്ലേ ബായാർ തങ്ങൾ എന്ന് പറയുന്ന ആള്. ചിന്തിച്ചുകൂടെ, ഇത് ജനങ്ങളുടെ ധനം യക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായാണ് തിന്നുന്നത്. ഇതുപോലെ തിന്നുന്നവരാണ് മുസ്ലിയാക്കന്മാർ. വയസുദ്ദൂന അൻ സബീലില്ലാ, അവിടെ നിർത്തിയില്ല, അള്ളാഹു അടുത്തത് പറയും, നോക്കൂ, ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയും. അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാത്രം തേടണം എന്ന് ഇവിടുത്തെ സലഫികൾ പറയുമ്പോൾ, ഖുർആന്റെ ആയത്തും ഹദീസും ഉദ്ധരിച്ച് പറയുമ്പോൾ, ഇല്ല അത് പാടില്ല, ശരിയല്ല, ഒരുപാട് ഇല്ലാത്ത കഥകൾ കൊണ്ടുവന്ന് ഖബറാളികളെ വിളിച്ച് തേടിപ്പിക്കുന്നു. ഖബറാളികളെ വിളിച്ച് തേടാൻ വേണ്ടി ഈ ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് സൃഷ്ടികളേക്ക് അടുപ്പിക്കുന്ന പണിയാണ് ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ സംഭവത്തെ പറയുന്നത്. ഇത്തരത്തിൽ ഇവരുടെ ഷർറിൽപ്പെട്ട് പല ആളുകളും നരകത്തിലേക്ക് പോകും. അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് മറിച്ച് നോക്കണം. ഖുർആനിന്റെ പരിഭാഷ ഒരു തവണയെങ്കിലും വായിക്കണം സഹോദരങ്ങളെ. ഈ മുസ്ലിയാക്കൾ ഒരിക്കലും സമ്മതിക്കില്ല. അവർ പറയും അതിന് പല അർത്ഥമുണ്ട്. അള്ളാഹു പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആന, വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു, അത് നമുക്ക് മാർഗദർശനമാണ്. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് വഴികാട്ടിയാണത്. അത് നമ്മൾ വായിക്കണം. അത് നോക്കൂ, സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറയുന്നത് 66-ാമത്തെ ആയത്ത് തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കൂ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കാണാം. അതായത് ജനങ്ങളുടെ, അതായത് മനുഷ്യരുടെ മുഖം നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും യഖൂലൂന യാ ലൈതന അതഅന അല്ലാഹ വതഅന റസൂല, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെന്താണ്, വഖാലു റബ്ബന ഇന്ന അതഅന സാദതന വകുബ്രാഅന, അവരെന്താണ് ചെയ്തത്, ഞങ്ങളുടെ സാദാത്യങ്ങളെയും കുബ്രാങ്ങളെയും ഉസ്താദുമാരെ ഞങ്ങൾ അനുസരിച്ചു. ഫവല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപഴിപ്പിച്ചു റബ്ബേ. എന്നിട്ട് അള്ളാഹുവിനോട് അവർ പറയും, നോക്കൂ, റബ്ബന ആതിഹിം വഇഫൈനി മിനൽ അദാബ്, അല്ലാഹു അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. അവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. ആരാണ്? ഉസ്താദുമാർ, നേതാക്കൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നമുക്ക് വന്നുകൂടാ. പാരത്രിക ലോകത്ത് എത്തിയതിനു ശേഷം ഞാൻ ഉസ്താദിനനുസരിച്ചു, അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവർ വഴി പഴപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എല്ലാവരുമല്ല, നല്ല ആളുകളുമുണ്ട്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീൻ പഠിപ്പിക്കുന്നവരുണ്ട്. അവർ നിങ്ങളെ കണ്ടെത്തണം, പഠിക്കണം. നോക്കൂ, സലഫികൾക്ക് ഇവിടെ പറയാനുള്ളത് അത് മാത്രമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ളൊരു താല്പര്യമില്ല. അതിലെന്ത് കാര്യം? മറിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാലേ പരലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ എല്ലാവരും പിന്നെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.